ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഭാരതത്തിൻ്റെ യുവശക്തിയുടെ ഉദയത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അത്യന്തം പുരാതനമായ വിദ്യുത് ശക്തിയുടെ ഉദയം കാണിച്ചുകൊണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ അഗസ്ത്യ സംഹിതയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബാറ്ററി നിർമ്മാണ പ്രക്രിയ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സാങ്കേതികമായിട്ട് നമുക്കതിൻ്റെ ടെക്നോളജി അധികം വശമില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ മോഡേൺ ടെക്നിക്കും അറിയാത്തതുകൊണ്ട് ആ ശ്ലോകം എങ്ങനെയാണോ കണ്ടത് അതിനനുസരിച്ച് ഒരു ബാറ്ററിയുടെ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 3 4 സെറ്റുകൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്രകാശം ഉണ്ടാവും എന്നാണ് അഗസ്ത്യ മുനി പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്ലോകതാണ്: സംസ്ഥാപ്യ ബ്രഹ്മയേ പാത്രേ താമ്രപത്രം സുസംസ്കൃതം ഛാദേ ശിഗ്രീവേണ ച ആർദ്രാഭിഹി കാഷ്ടപാംസുഭി ദസ്താരോഷ്ടോദിധാതവ്യ ഭാരതാച്ഛാദിതസ്തദ സംയോഗാജായതേ തേജോ മിത്രാവരണ സംഹിതം. ഒരു മൺകുടം എടുത്തു, മൺമയമായ പാത്രം, അതിൽ ഒരു ചെമ്പിൻ്റെ ചെറിയ പ്ലേറ്റ് സ്ഥാപിച്ചു. അതിനുശേഷം ശിഖിഗ്രീവ കൊണ്ട് അതിൽ ഫില്ല് ചെയ്തു. ഈ മരപ്പൊടി നനച്ച് അത് അതിന് മുകളിൽ നന്നായിട്ട് പരസ്പരം ചാലകബന്ധം വരാത്ത വിധത്തിൽ വെച്ചു. അതിനുശേഷം ഒരു സിങ്ക് റോഡ് അതിലേക്ക് ഇറക്കി വെച്ച് അതിനകത്ത് പാരതം എന്ന് പറയുന്ന മെർക്കുറി ഒഴിച്ചു വെച്ചു. ഇത് തമ്മിൽ സംയോഗം ചെയ്താൽ നമുക്കതിൽ വിദ്യുത് മിത്രാവരണ സംഹിതം എന്ന പേരായിട്ടുള്ള തേജസ് ഉണ്ടാവും എന്നാണ് അഗസ്ത്യൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു: ഏവം ശതാനാം കുംഭാനാം സംയോഗാത് കാര്യസംഭവഃ. ഇങ്ങനെ 100 കണക്കിന് കുംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സംയോഗം ചെയ്താൽ നമുക്ക് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അഗസ്ത്യനെ നമ്മൾ കുംഭസംഭവൻ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരു ബിരുദമാണ്. ഏതായാലും നമുക്കിവിടെ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത്ര വോൾട്ട് കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അതിന് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അതിഥി ഉദ്ഘാടകൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ജയതു 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 ജയതു. ജയതു ജയതു. അസ്മാകം ഭാഷ എന്ന് കാണിച്ചിട്ട് കാണാം. ഒരു ടെക്നോളജി വശമില്ലാത്ത വെറും സംസ്കൃതം മാത്രം അറിയുന്ന നമ്മൾ ചെയ്തതാണ്. ടെക്നോളജി അറിയുന്നവർ ഈ രംഗത്ത് വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.